ഈ ഒരു വർഷത്തിനെ കണക്കെടുത്ത് നോക്കിയാൽ രാജുവേട്ടന് എമ്പുരാൻ, മണിസാറിന് തഗ് ലൈഫ്, കാർത്തിക് സുബ്രാജിനോ റെട്രോ, അപ്പോ നമ്മുടെ ലോകേഷ് കനകരാജിനോ ഓഫ് കോഴ്സ് കൂലി. 2025 മോശം ഡയറക്ടർ ലിസ്റ്റിലേക്ക് പുതിയൊരു ഇന്റർവ്യൂ കൂടി, ലോകേഷ് കനകരാജ്. ഇന്ന് രാവിലെ പടം റിലീസായി. അതിനകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കൂലി പടത്തിന്റെ അവസ്ഥ എന്താണെന്ന്. പടം വളരെയധികം മോശമാണ്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാശ് കൊടുത്ത് ഒരു സിനിമ പോയി തിയേറ്ററിൽ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ആ പടത്തിൽ വേണ്ടേ? ഇതിൽ ഒന്നുമില്ല, ഒരു തേങ്ങയില്ല. ട്രെയിലർ എന്ത് കാണിച്ചോ, ട്രെയിലർ എത്രത്തോളം ആവറേജ് ആയിരുന്നു, ആ ഒരു ആവറേജ് അനുഭവം തന്നെയായിരിക്കും തിയേറ്ററിൽ പോയാലും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കുന്നത്. കൂലി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോൾ തന്നെ കീറിക്കളയുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ആവറേജ് സ്ക്രിപ്റ്റ് എങ്ങനെ തന്റെ കഴിവ് കൊണ്ട്, തന്റെ ഡയറക്ഷൻ മികവ് കൊണ്ട് മുകളിൽ എത്തിക്കാമെന്നും, ഒരു ആവറേജ് സ്ക്രിപ്റ്റ് എത്രത്തോളം തരം താണു കീഴെ പോകാമെന്നും ലോകേഷ് കനകരാജിനെ കണ്ട് പഠിക്കേണ്ടിയിരിക്കും. തന്റെ കഴിവ് കൊണ്ട് ആവറേജ് സ്ക്രിപ്റ്റ് പോലും വളരെ മികവുറ്റതാക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് ലോകേഷ് കനകരാജ്. ആയിരുന്നു. നമ്മളൊരു സാധനം വാങ്ങി അത് വളരെയധികം മോശമാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വലിച്ചു കീറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണെങ്കിൽ അതിനെപ്പറ്റി ഒരു 100 പ്രാവശ്യം സംസാരിച്ച്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്നതിനേക്കാളും അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുകയാണ് നല്ലത്. ഷോർട്ട് ആൻഡ് സിമ്പിളിൽ പറയാണ്, മോശം പടമാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനത്തിൽ കൊണ്ട് തല വെച്ചു എന്ന് ആലോചിച്ച് എനിക്ക് എന്തിനാണ് ഞാൻ ടെൻഷൻ വരുന്നത്. സോ ഇതാണ് എന്റെ റിവ്യൂ.